പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സർവേശ്വര
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്റെ മടങ്ങാൻ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യം നൽകിയ ദൈവങ്ങളുടെ പരികർമ്മത്തിൽ വിലകിനായ ഞങ്ങളെ ശ്രദ്ധരാക്കണമേ. സകലത്തിന്റെയും നാഥായ നയിക്കും. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയെ സ്വർഗ്ഗത്തിലെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിലെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യും. സ്വർഗ്ഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയെ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളുടെ നന്മകൾ നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും അകത്തപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ട് സകലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ നയിക്കും. I'm
സത്യമായി ഞങ്ങളെ ശരീരങ്ങളെ ഏർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നയിക്കും. വിശുദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും സ്വർഗ്ഗമുള്ളവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം ഇപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവ് നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള പ്രമാണങ്ങളുടെയും ചട്ടങ്ങളുടെയും നിയമങ്ങളുടെയും അർത്ഥം എന്താണെന്ന് നിങ്ങളുടെ മക്കൾ ഭാവിയിൽ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം. ഈജിപ്തിൽ നമ്മൾ ഫറവോയുടെ അടിമകളായിരുന്നു. തന്നെ ശക്തമായ കർത്താവ് നമ്മെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവന്നു. നമ്മുടെ കണ്ണുകളിൽ വെച്ച് അവിടുന്ന് ഈജിപ്തിനും ഫറവോയ്ക്കും അവരുടെ കുടുംബം മുഴുവനുമെതിരായി മഹത്വവും ഭയാനകവുമായ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചു. അനന്തരം നമ്മുടെ പിതാക്കന്മാർക്ക് അവിടുന്ന് വാഗ്ദാനം ചെയ്തിരുന്ന ദേശത്തേക്ക് നമ്മെ നയിക്കാനും അത് നൽകാനുമായി നമ്മെ അവിടെ നിന്ന് കൊണ്ടുപോന്നു. നമ്മുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടുവാനും അങ്ങനെ നമുക്ക് നന്ദി ഉണ്ടാക്കുവാനും ഇന്നത്തെ പോലെ നാം ജീവിച്ചിരിക്കുവാനും വേണ്ടി അനുസരിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ച ചട്ടങ്ങളാണ് ഇവ. നമ്മുടെ ദൈവമായ കർത്താവ് കൽപ്പിച്ചിട്ടുള്ളതുപോലെ അവിടുത്തെ മുൻപാകെ ഈ കൽപ്പനകളെല്ലാം ശ്രദ്ധാപൂർവം പാലിച്ചാൽ നാം നീതിയുള്ളവരായിരിക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയെ ജീവദായകവും ദൈവികമായ കൽപ്പനകളുടെയും മധുരസ് ശ്രവിക്കുന്നവരും ഗ്രഹിക്കുന്ന ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മാശ്രയങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണരക്ഷയും ഞങ്ങളിൽ ബലമണിയുന്നതിനും നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. Second reading taken from the letter to the Thessalonians, chapter 1, verse 3 to 10. We must always give thanks to God for you, brothers and sisters, as is right, because your faith is growing abundantly, and the love of every one of you for one another is increasing. Therefore, we ourselves boast of you among the churches of God for your steadfastness and faith during all your persecutions and the afflictions that you are enduring. This is evidence of the righteous judgment of God and is intended to make you worthy of the kingdom of God, for which you are also suffering.
Praise be to the Lord our God. സമാധാനം നിങ്ങളോടുകൂടെ. കർത്താവായ ശംസിയുടെ പരിശുദ്ധ സുവിശേഷം 18:35 മുതലുള്ള വാക്യങ്ങൾ. ഈശോ ജെറീക്കോയെ സമീപിച്ചപ്പോൾ ഒരു കുരുടൻ വഴിയരികിലിരുന്ന് ഭിക്ഷ യാചിക്കുകയായിരുന്നു. ജനക്കൂട്ടം കടന്നു പോകുന്ന ശബ്ദം കേട്ട് അതെന്താണെന്ന് അവൻ അന്വേഷിച്ചു. നസറായനായ ഈശോ കടന്നു പോകുന്നുവെന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ഈശോയെ എന്നിൽ കനിയണമേ. മുമ്പേ പോയിക്കൊണ്ടിരുന്നവർ നിശബ്ദനായിരിക്കുവാൻ ശാസിച്ചു. അവനാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ ദാവീദിന്റെ പുത്രാ എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ചുകൊണ്ടിരുന്നു. ഈശോ അവിടെ നിന്നും അവനെ തന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവൻ അടുത്ത് വന്നപ്പോൾ ഈശോ ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. ഈശോ അവനോട് പറഞ്ഞു, നിനക്ക് കാഴ്ച വീണ്ടും കിട്ടട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച വീണ്ടും കിട്ടി. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈശോയെ അനുഗമിച്ചു. ഇത് കണ്ട് ജനം മുഴുവൻ ദൈവത്തെ സ്തുതിച്ചു. സ്നേഹമുള്ളവരെ, അഞ്ചാം കുരുവി എന്ന് പറയുന്ന ഒരു സുവിശേഷ സങ്കല്പം നമുക്ക് സുവിശേഷത്തിൽ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. പരിപാലനയെ കുറിച്ചുള്ള ക്രിസ്തുവിന്റെ പ്രബോധനത്തിനിടയിലാണ് നമുക്കത് കണ്ടെത്തുവാനായിട്ട് സാധിക്കുക. ഒരേ സംഭവം തന്നെ രണ്ട് സുവിശേഷകന്മാര് രേഖപ്പെടുത്തുമ്പോൾ ചില അപാകതകളൊക്കെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. മത്തായിയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ 29-ാമത്തെ വാക്യത്തിൽ നാം എങ്ങനെ വായിക്കുന്നുണ്ട്? ഒരു നാണയത്തിന് 2 കുരുവികൾ വിൽക്കപ്പെടുന്നുണ്ട്. എന്നാൽ പിതാവറിയാതെ അത് ഒന്നുപോലും വിലമതിക്കുന്നില്ല എന്ന് രേഖപ്പെടുത്തുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തില് ഇത് തന്നെയാണ് രേഖപ്പെടുത്തുക. ചെറിയൊരു വ്യത്യാസത്തോട് കൂടിയിട്ട് 2 നാണയങ്ങൾക്ക് 5 കുരുവികൾ വിൽക്കപ്പെടുന്നു. ബാക്കി ഭാഗം സെയിമാണ്. ഇവിടെ ഒരു നാണയത്തിന് 2 കുരുവികളും 2 നാണയത്തിന് 5 കുരുവികളും എന്നാണ് രേഖപ്പെടുത്തുക. ഒരുപക്ഷെ ക്രിസ്തുവിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ കണക്കില് ഭേദപ്പെട്ട ഒരു മനുഷ്യനായിരുന്നില്ല ക്രിസ്തു. അതുകൊണ്ടാണ് വാൻതുവാൻ എന്ന് പറയുന്ന വിയറ്റ്നാം കർദിനാള് കണക്കിലെ പിഴകളെ കുറിച്ച് ക്രിസ്തുവിനെ കുറിച്ചൊക്കെ പരാമർശിക്കുമ്പോൾ വലിയ ഒരു പ്രബന്ധം തന്നെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ചോദ്യം ഇതാണ്,
2 നാണയത്തിന് 5 കുരുവികൾ വിൽക്കപ്പെടുന്നു എന്നുണ്ടെങ്കിൽ 5ാമത്തെ കുരുവിയുടെ വില എന്താണ്? 2 നാണയത്തിന് കണക്ക് പ്രകാരം 4 കുരുവികളല്ലേ വിൽക്കപ്പെടേണ്ടത്. എന്നാൽ 5ാമത്തെ കുരുവി വിൽക്കപ്പെടുമ്പോൾ അതിന് വില എന്താണെന്നുള്ളതാണ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1/2 പൈസ മാത്രമേ വിലയുള്ളൂ. എന്ന് പറഞ്ഞാൽ അതിന് വിലയില്ലാത്ത കുരുവിയാണ് 5ാമത്തെ കുരുവി. അപ്പൊ ഈ വിലയില്ലാത്ത 5ാമത്തെ കുരുവികൾ നമുക്ക് എല്ലായിടത്തും കണ്ടെത്തുവാനായിട്ട് സാധിക്കും. നമ്മുടെ കുടുംബത്തിലായാലും സമൂഹത്തിലായാലും എവിടെയായാലും ഈ വിലയില്ലാത്ത 5ാമത്തെ കുരുവി. നമ്മൾ നിലത്തിലേക്ക് നോക്കിക്കഴിയുമ്പോൾ പൈത്യക്കാരായിട്ടുള്ള വ്യക്തികൾ, ഭിക്ഷക്കാര്, അല്ലെങ്കിൽ ഡ്രഗ് അടിച്ചുകൊണ്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നവര്, അങ്ങനെ ഒരുപാട് വ്യക്തികൾ ഈ 5ാം കുരുവികളായി നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിന്റെ മുൻപിൽ അവർക്ക് വലിയ വിലയൊന്നുമില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഈ 5ാമത്തെ കുരുവികൾ. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ആരുടെയൊക്കെ കയ്യിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കയ്യിൽ അവർ സംരക്ഷിതരാണ്. ഇങ്ങനെ ഈ നിലത്തുകളിലൊക്കെ നടക്കുന്ന വ്യക്തികൾ ആരും തന്നെ വാഹന അപകടങ്ങളിൽപ്പെട്ട് മരിച്ചുപോയതായിട്ട് വളരെ ചുരുക്കമായി നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അവർ സംരക്ഷിതരാണ്. ആരുടെയൊക്കെ കൈകളിൽ അവർ സംരക്ഷിതരാണ്. ഒരുപക്ഷെ നമുക്ക് അവരുടെ വലിയ വിലയൊന്നും കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തമ്പുരാന്റെ മുമ്പിൽ അവരൊക്കെ വിലപ്പെട്ടവരാണ്. ഇവിടെ വിലയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ക്രിസ്തു പറഞ്ഞ മറ്റൊരു ഉപമ കൂടി നമ്മൾ വായിക്കണം. വിഭവസമൃദ്ധമായിട്ട് വിരുന്നൊരുക്കിക്കൊണ്ട് ദൈവം കുറെ പേരെ ക്ഷണിക്കുന്നുണ്ട് വിരുന്നുകൊണ്ടുപോകാനായിട്ട്. സ്വർഗരാജ്യത്തിൽ വിരുന്നുകൊണ്ടുപോകാനായിട്ട് ക്ഷണിക്കാനായിട്ട് ഭൃത്യന്മാരെ കിടന്നു. അവർ ചെന്ന് ക്ഷണിക്കപ്പെട്ട വ്യക്തികളെ വിളിച്ചപ്പോൾ ആദ്യത്തെ വ്യക്തി പറയുന്നുണ്ട്, ഞാൻ കുറച്ച് വയൽ വാങ്ങിയതുകൊണ്ട് വരാനായിട്ട് നിവർത്തിയില്ല. 2ാമത്തെ വ്യക്തി പറയുന്നുണ്ട്, ഞാൻ കുറച്ച് കാളകൾ വാങ്ങിച്ചിട്ടുണ്ട്, അപ്പോൾ ഒഴുവാനായിട്ട് എനിക്ക് പോകണം, അതുകൊണ്ട് വരാൻ നിവർത്തിയില്ല. 3ാമത്തെ വ്യക്തിയോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ ഇന്നലെയാണ് വിവാഹം ചെയ്തത്, അതുകൊണ്ട് ഭാര്യയോടൊത്ത് കുറച്ച് സമയം ചെലവഴിക്കേണ്ടതുണ്ട്, എനിക്ക് വരുവാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ ദൈവം വീണ്ടും അയക്കുന്നുണ്ട്, ഭൃത്യന്മാരെ അയച്ചുകൊണ്ട് നിരത്തുകളിലേക്ക് പോയിട്ട് നിങ്ങൾ നോക്കുക. അവിടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ വിലയില്ലാത്ത 5ാം കുരുവികളുടെ ഒരു കൂട്ടം തന്നെയാണ് കണ്ടെത്തുക. പാപികള്, അതോടൊപ്പം തന്നെ പൈത്യക്കാര്, അംഗവീകരുകൾ, ഒരുപാട് വ്യക്തികളെ അവിടെ കണ്ടെത്തുകയാണ്. അവരെ ക്ഷണിച്ച് സ്വർഗരാജ്യത്തിലേക്ക് വിരുന്നിന് ക്ഷണിക്കുകയാണ്. അവർക്കാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് സാധിച്ചത്. അപ്പൊ സമൂഹത്തിൽ നമ്മൾ വിലയില്ല എന്ന് നമ്മുടെ മുൻപിൽ നമ്മൾ കാണുമ്പോൾ, അങ്ങനെ വിലയില്ലാത്ത വ്യക്തികൾക്കാണ് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിച്ചത്. അപ്പോൾ അവരുടെ വില എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവരെന്തുകൊണ്ടാണ് നിരത്തുകളിൽ ഇങ്ങനെ കടന്നു വന്നത്? അവരുടെയൊന്നും സ്വപ്നങ്ങൾ പൂവണിയാത്തത് കൊണ്ടാണ് അവിടെ നിരത്തുകളിലായി പോയത്. നേരത്തെ എക്സ്ക്യൂസ് പറഞ്ഞ വ്യക്തികളൊക്കെ അവരുടെ സ്വപ്നങ്ങൾ പൂവണിഞ്ഞു. അതുകൊണ്ട് തന്നെ സ്വർഗരാജ്യ പ്രവേശനത്തിന് സാധ്യമാകാത്ത വിധത്തിൽ വില കുറഞ്ഞ വ്യക്തികളായിട്ട് മാറുന്ന കാഴ്ച. ദൈവം നമ്മോട് പറയുകയാണ്, നിന്റെ കൺമുൻപിൽ വിലയില്ലാത്തവർ, നീ വിധി എഴുതുന്നവരല്ല, ദൈവത്തിന്റെ കൺമുൻപിൽ അവർക്ക് വിലയുണ്ട് എന്ന ശക്തമായ ആശയമാണ് സുവിശേഷത്തിൽ കൂടി ക്രിസ്തു നമുക്ക് പറഞ്ഞു തരിക. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, നമുക്ക് 5ാം കുരുവിയായിട്ട് മാറി ദൈവരാജ്യ പ്രവേശനത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും സന്തോഷത്തോടും കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രവാചകന്മാരും പ്രവാചകന്മാരും സമാധാനിക്കും എല്ലാ നിയമങ്ങളും കൃത്യം ചെയ്ത വിഷയമായി ഞങ്ങളുടെ മേലധികാരികളും നിന്നെ ദർശിക്കാനും അവരുടെ ആജ്ഞകൾ അനുസരിക്കാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മോശയുടെ ദരിദ്രരുടെ ജീവിതകാലം മുഴുവൻ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. താപോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും നിന്റെ മോദം കണ്ട് വീട്ടിക്കൊണ്ട് അവർ ശിഷ്യന്മാരെ ഏർപ്പെടുത്തിയ കർത്താവേ, ഒരു ദിവസത്തിൽ മോദപൂർണ്ണനായി നീ പ്രത്യക്ഷപ്പെടുമ്പോൾ ആദ്യത്തോടെ നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ യുവരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ.
അക്രമം കൈവിടിച്ച് സ്നേഹത്തിലും സഹിഷ്ണുതയിലും സമാധാനത്തിലും മാർഗത്തിലൂടെ ലോകജനം നയിക്കുവാൻ രാഷ്ട്രത്തലവന്മാരെ പഠിപ്പിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തീർത്ഥപ്രപഞ്ചത്തെ വാഗ്ദാനത്തിലേക്ക് മോശ നയിച്ചതുപോലെ സ്വർഗീയ ഭവനത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവും മാർപ്പാസ്മായും ഞങ്ങളുടെ സകലതലമും പിതാവായ മാർ ജോസഫും തലപോലത്തെയും ഞങ്ങളുടെ രൂപാശ്രമം മാർ തോമസ്മത്തിനെയും സഭാധ്യക്ഷന്മാർ ഇവരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ പ്രത്യേകമായി ദൃഷ്ടിയാടത്തുകൂടി വാദമേഖലയിൽ ആഗ്രഹിക്കുമ്പോൾ ഇതിന്റെ വൃത്തഭാഗത്ത് അനുകരിക്കുവാൻ ഞങ്ങളെ അർഹരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും വിനാമത്തിൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവലി ഞങ്ങൾ നിറയ്ക്കണം. അങ്ങയുടെ ദാനങ്ങളിൽ ഞങ്ങളുടെ കരുണ അങ്ങേ കൃപയും അനുഗ്രഹവും അങ്ങേ കാരുണ്യാതരകത്താൽ തിരഞ്ഞെടുത്ത് അങ്ങയുടെ അസുഖമായ ചെറുപുഴലിന്റെ കടങ്ങളുടെ പ്രതിക്ക് പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിനെ നീതിമാനായ മാറിയോസേപ്പിനെ സ്മരണാവിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ആദിമുതലേക്കും ആമേൻ. ദൈവത്തിന്റെ സ്നേഹമായി ഏകജാതന്റെ സ്നേഹിതരെ ലോകത്തിൽ സമാധാനമുണ്ടാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഘോഷിക്കട്ടെ. വിജയമിരിച്ച നീതിമാന്മാരുടെ മകടങ്ങളുടെ രക്തസാക്ഷികളെ സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തമാസുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവോടുകൂടെ നമ്മുടെ രാജാവോടുകൂടെ നമ്മുടെ ദൈവം നമ്മോടുകൂടെ യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ഏവരും വലിയവരതിന്റെ സ്വർഗമായ ഉദ്ധാനം വഴി നീ മഹത്തിലേർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും ഇത് ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കണമേ. ഉപവാസവും പ്രാർത്ഥനകളും താപം വഴി വിശാലയുടെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് സാധിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വാസമായ സകലത്തെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വസൃഷ്ടികളാലും യുഗങ്ങളാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എല്ലാ സൃഷ്ടികളാത്തവനും ഏകപിതാവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുത്തെ സത്യവും പിതാവിന്റെ സ്ത്രീയുമാകുന്നു. അവിടുത്തെ വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാ സൃഷ്ടിക്കുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിന്റെ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി വന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീഹായിൽ തറക്കപ്പെട്ടുവരികയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരുന്ന പോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മനുഷ്യരെ ജീവിപ്പിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിനോട് കൊടുക്കപ്പെടുന്ന സത്യാത്മാവും ജീവനുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നായുവും സൗഖ്യവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനീയവും ശരീരത്തിലെ ഉറപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ.
കർത്താവേ, ആശീർവദിക്കണമെന്റെ സഹോദരരെ, കൃപാനായ കരകളെ പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സർവ്വനാഥനായ ദൈവം തന്റെ വിശുദ്ധീകരിച്ചുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കൃപാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ലോകം മുഴുവനിലേക്ക് അത് സമർപ്പിക്കുകയും അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരത്തിലാകുന്ന ദിവരഹസ്യങ്ങൾ ശ്രേഷ്ഠരാകുവാൻ ദൈവന് പാപികളുമായ നിന്റെ മകൻ ഞങ്ങളെ കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകി ഈ ദാനം തികഞ്ഞ സ്നേഹത്തെ നിറഞ്ഞ വിശ്വാസത്തോടും പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരൻ വിശേഷിച്ച് സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും മണ്ഡപത്തോടും വിശുദ്ധിയുടെ കർത്താൻ തന്നെ വരികയും അടുത്ത വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം സ്വീകരിക്കുകയും പ്രാഥമികമായ രഹസ്യങ്ങൾ ഉദാശയപ്പെടുന്നു. വിരോധത്തിന്റെ മാധ്യസ്ഥമായി സമാധാനം സമുദ്രം വേണ്ടി പ്രാർത്ഥിക്കുന്നു. കടുവത്തായത്തിൽ വിചാരങ്ങൾ സ്വർഗത്തെയും ദൈവത്തിൽ വിശേഷരായി ഏകദിനം ഭക്തിനും കൂടെ വിധത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മുടെ കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹവും ഭൂമാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാരവിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാരവിചാരങ്ങൾ. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെല്ലാ അശ്വതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും ദ്വേഷത്തിലും മുക്തമാകണം. അവരുടെ കരുണയാൽ ദൈവമയം എല്ലാവരോടും സ്നേഹവും ഐക്യവും ഉളവാക്കണമേ. വിശുദ്ധ സജീവമായ തിരുക്കർമ്മം പ്രത്യാശപൂർവ്വം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണം. ഉയർന്ന സ്ഥലത്തിൽ ഇടപെടാതെ ശ്രദ്ധിച്ചുകൊണ്ട് പ്രദേശങ്ങൾ ഘോഷിക്കുകയും ചെയ്യുന്നു. Shadow
സംഗീതം ഹോശാന 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 ഹോശാന. മനുഷ്യനായ സ്ത്രീയിൽ സംജാതനായ നിയമത്തിനെതിനായി തിരക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും മനുഷ്യരുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമരഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കിടക്കപ്പെട്ട രാത്രിയിൽ യേശു നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമിടുന്നു. സ്വർഗ്ഗത്തിലെ ആരാധനായ പിതാവിനെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസിയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്തു വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നു പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നൽകിയ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മുടെ കർത്താവേശനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി, ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി, ഞങ്ങളുടെ പരാധ്യക്ഷ പിതാവുമായ മാർ തോമസ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, ഭരണാധികാരികൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും ശ്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും അമ്മകളുടെയും ബഹുമാനത്തിന് വേണ്ടി അങ്ങയുടെ സന്നിധി പ്രവർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമെല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി, ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരും എല്ലാവർക്കും വേണ്ടി, അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞും എല്ലാം മരിച്ചവർക്ക് വേണ്ടി, അങ്ങയുടെ കാരണത്തെ പ്രത്യാശം കാത്തിരിക്കുന്ന ഈ ക്ഷണത്തിന് വേണ്ടി യോഗ്യനായ എനിക്ക് വേണ്ടി എന്നെ കുർബാന ഞങ്ങൾ സ്വീകരിക്കണമേ. ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മല വിശുദ്ധമായ ശരീരത്തിന്റെ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരത്തിന്റെ നിങ്ങൾ അർപ്പിക്കുന്ന യോഗ്യാചരണത്തിൽ ദൈവാലയ കനികാമയത്തിനെയും അങ്ങേ സമയത്ത് കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും സ്മരണം അങ്ങയുടെ അവഗനീയ സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവനമേ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണം. അത് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവം എന്ന് അങ്ങേ പ്രിയവട്ടമായി ശംസിക്കായി അയച്ചുവെന്ന് ഉപവാസികൾ എല്ലാവരും അറിയട്ടെ. കർത്താവിനെ വിളകിന്റെ ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ വിളിച്ചു പോയി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥൻ രക്ഷകനുമായ ശംസികായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദാഹരണത്തിന്റെയും മകനീയമായ ഭക്തിജനകവും പരിശുദ്ധവും ജീവനായകവും ദൈവികവും രഹസ്യത്തിൽ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നിശബ്ദരാത്രിയും പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മുടെ കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിന്റെ ദാസരുടെ കുർബാനയിലൂടെ നീ ആവസിച്ചു ഇതിനെ ആശീർവദിക്കുകയും ബോധീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ പ്രത്യാശിക്കുന്നതിനെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സുഖരാജ്യമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവം, ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ മകനെയും രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യമായ രക്തസാക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷവും പ്രത്യാശയോടും കൂടി നിങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവും നാമത്തിലെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എന്നോട് തോന്നണമേ. ഞങ്ങളെ കർത്താവായ ഞങ്ങൾ അയോഗ്യനാകുന്നു, ഞങ്ങൾ യോഗ്യനാകുന്നു. എങ്കിൽ
സ്വർഗത്തിലും സർഗവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ മിശിഹായേ നാമത്തിനെ സ്തുതി. നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവ ജീവദായകമായ സ്വർഗത്തിൽ നിറയുന്ന ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്ന മരിക്കുകയും പാപവും മനുഷ്യൻ പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവായ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധമായ സഹവാസനാമം ഇവിടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അപൂർവമായ അക്ഷരരഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും പശ്ചാത്തലങ്ങളെ സമീപിക്കാം. അടുത്ത വർഷത്തോടെ അപരാധം തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ചും നഷ്ടപ്പെട്ടുകൊണ്ടും സൗന്ദര്യത്തെ ശമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിനും നാഥരാജ്യത്തോടെ കൃപയും പാപചര്യം യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും മനകളും വിളിച്ച് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. ശത്രുക്കളിലും വിദേശത്ത് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനെ പുറപ്പെടുവിക്കുകയും ചെയ്യാം. രക്ഷപ്പെടും മേഖലകളും കൂടെ ദിവസങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവിന്റെ വിജ്ഞാനങ്ങളുടെ ശരീരങ്ങളിലും ആത്മാകർഷിക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. കർത്താവായ ദൈവദാസന്റെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതമായ അങ്ങയെ സ്വർഗ്ഗരാജ്യത്തിൽ സകല വിശുദ്ധ സ്തുതിക്കുവാൻ ഞങ്ങൾ പൗത്രീകരിക്കുകയും ചെയ്യണം. കർത്താവായ ദൈവമേ, കാരുണ്യമുള്ള ഞങ്ങൾക്ക് നൽകിയ വിശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ എല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയുടെ പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനപ്പെടുത്തരുതേ, ദുഷ്ടനായി ഞങ്ങളെ രക്ഷിക്കണമേ. എന്നോട് രാജ്യം ശക്തി മാത്രം എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേശനായ സർവ്വേശ്വരായ ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാര്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രതാപപ്പെടുത്തലിൽ പെടുത്തലും വിശാലതയും അവരെ സൈന്യങ്ങളെ രക്ഷിക്കണമെന്ന് കണ്ടാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യം ശക്തിയും പ്രാപരിധികാരം അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോട് അങ്ങയുടെ ആത്മാവോടുകൂടെ. ജനത്തിലുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹാവ് പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുകയും സകലരുടെയും സ്തുതിയുണ്ടായിരിക്കട്ടെ. എല്ലാ വിശുദ്ധദാസനും അവിടുത്തെ കൃപയാലും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവായ ശംശികളുടെ കൃപാവരും അവിടുത്തെ കാര്യം
നാം എല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വർഗ്ഗസ്ഥരുടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രക്തം പാനം ചെയ്യാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. ആരോപിക്കടുത്ത ദിവ്യകാരുണ്യ സ്വീകരണം. സ്നേഹനിധിയായ ഈശോയെ, പരിശുദ്ധ കുർബാനയെ സത്യമായും സജീവമായും അങ്ങ് സന്നിഹിതനായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാത്തിനേക്കാളും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങേക്ക് ഔദാശികമായി സ്വീകരിക്കുവാൻ എനിക്ക് അസാധ്യമാകിയാൽ ഈശോയെ, ആത്മീയമായ അങ്ങയുടെ ഹൃദയത്തിൽ വന്നു വസിക്കണമേ. അങ്ങ് ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നുവെന്ന് ഞാൻ വിശ്വസിച്ചേറ്റു പറയുന്നു. അങ്ങയുമായി ഐക്യത്തിൽ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും അങ്ങേ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുത്. ആമേൻ. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ശുദ്ധിതായ രഹസ്യങ്ങൾ ശ്രമിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ രൂപീകരിക്കപ്പെടുന്ന നമുക്കെല്ലാവർക്കും ഇവയുടെ അദ്ദേഹത്തിന് സ്തുതിയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. കർത്താവായ ദൈവമേ, സ്വർഗ്ഗവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങൾ കടകളുടെ മോചനത്തിലെ കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് നേതൃത്വത്തിലെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ നിങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യവർഗത്തെ പ്രതീക്ഷയായ മിശിഹായ സ്വർഗ്ഗവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ കുർബാന വഴി ഞങ്ങളെ കടങ്ങളും പാപങ്ങൾ പുറക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ആദ്യമായി ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെ നാഥായ എന്നേക്കും. ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ നിരവോടു നമ്മിൽ വർഷിച്ചു. സ്വർഗ്ഗലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാണിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും, എന്റെ രക്തം പാനം ചെയ്യും.
മാനവനിൽ നിവസിക്കും അവരെ ഞാനും നിശ്ചയമാ വിധിയിൽ വീഴാതവനെ അന്തിമ ദിവസമുയർപ്പിക്കും നിത്യായുസ്സവരേകും ഞാൻ ഏകും നാഥനരുൾ ചെയ്തു. അരുളിയ പോലും നീവരെയും പങ്കാളികളാമകിലും ദൈവം കനിവാകരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നും നമ്മുടെ ജീവിതമാതകളിൽ ആവശ്യകമാനങ്ങൾ നൽകിയ അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെ ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയേഴും രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമഖിലരിലും ദൈവം വരനിരസുരിയട്ടെ. കുരിശടയാളം വഴിയായി സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി